ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്ന ഈ വചന പഠന പരമ്പരയുടെ 31 ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 2:42 നിന്ന് അടിസ്ഥാന ആചാരങ്ങൾ എന്ന വിഷയമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുറിവാക്യം പ്രവർത്തികൾ 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇവിടെ അവസാനം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പ്രാർത്ഥനയിൽ അപ്പോസ്തോലിക സഭ, ആദിമസഭ ഉറ്റിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രാർത്ഥനയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരു പുതിയ നിയമ ഭക്തനെ സംബന്ധിച്ച് എന്താണ് പ്രാർത്ഥന, എങ്ങനെ പ്രാർത്ഥിക്കരുത്, പിന്നെ എങ്ങനെ ഒരു പുതിയ നിയമ ഭക്തൻ പ്രാർത്ഥിക്കണം എന്നിങ്ങനെയുള്ള ഈ 3 വിഷയങ്ങളാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന വിഷയം നമ്മൾ ഇന്നൊന്ന് പറഞ്ഞു തുടങ്ങുമെങ്കിലും ഇന്ന് അവസാനിക്കുകയില്ല, അടുത്ത ഭാഗത്തിലേ അത് അവസാനിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് പ്രാർത്ഥന? എൻ്റെ ഒരു നിർവചനം ഇതാണ്: കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനും അവൻ്റെ സഹായം തേടുവാനും വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അതാണ് നമ്മുടെ നിർവചനം. എന്താണ് പ്രാർത്ഥന? കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനും അവൻ്റെ സഹായം തേടുവാനും വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. ഇവിടെ 4 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ, ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയുടെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞു തുടങ്ങുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ള പ്രയോഗം കൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയുടെ ആരംഭം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 4:26 അക്കാലത്ത് മനുഷ്യർ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു തുടങ്ങി. ഉൽപ്പത്തി 12:28 അബ്രാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് അബ്രാം ബേഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് പോയി അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ഈ 2 വാക്യങ്ങളിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ബൈബിളിൽ ഈ വാക്യം ഇങ്ങനെയല്ല. മലയാളം ബൈബിളിൽ ഒരു തർജിമയിലും ഇങ്ങനല്ല പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങൾ. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു എന്നതിന് പകരം യഹോവയുടെ നാമം ആരാധിച്ചു എന്നാണ് മലയാളത്തിലെ എല്ലാ മലയാളം വിവർത്തനങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരാധന എന്നൊരു വാക്ക് ഇവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇത് എൻ്റെ തർജ്ജിമയാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. സമകാലിക ബൈബിളിൽ ഈ വാക്യങ്ങളിലെല്ലാം അവരൊരു നോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണെന്നാണ്. പക്ഷെ മലയാളത്തിൽ പണ്ട് മുതലേ പരമ്പരാഗതമായ ഒരു വിവർത്തന ശൈലി എന്ന് പറയുന്നത് ഈ വാക്കുകളെയൊക്കെ ആരാധനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിക്കുകയാണ്. പക്ഷേ ഇവിടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാനത് ഇവിടെ നിങ്ങളെ കാണിക്കുകയാണ്. കാരണം വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഊന്നൽ നൽകപ്പെട്ടിരിക്കുന്ന ആശയം പ്രാർത്ഥനയാണ് ആരാധനയെക്കാളും. അത് നമുക്ക് സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന നമ്മുടെ മലയാളം ബൈബിൾ തുറന്നു നോക്കിയാൽ ഈ ഉൽപ്പത്തി 4:26 ഉൽപ്പത്തി 12:8 ഇങ്ങനെയല്ല അവിടെ കാണുന്നത്. യഹോവയുടെ നാമം ആരാധിച്ചു എന്നാണ്. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എബ്രായ ഭാഷയിൽ വിളിച്ചപേക്ഷിച്ചു എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ തന്നെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വിളിച്ചപേക്ഷിക്കുന്നത് ആരാധനയെക്കാളും, ആരാധന ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ആരാധനയെക്കാളും ഊന്നൽ നൽകപ്പെട്ടിരിക്കുന്ന ആശയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കുവാൻ സങ്കീർത്തന പുസ്തകത്തിൽ ഈ പ്രയോഗം വരുന്ന ചില വാക്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. സങ്കീർത്തനങ്ങൾ 18:6 എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി.
കണ്ടോ? അപ്പൊ ആ വാക്യത്തിൽ വളരെ വ്യക്തമാണ്, കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിച്ച പ്രാർത്ഥന, അല്ലെ? അപ്പൊ വിളിച്ചപേക്ഷിക്കുക, യഹോവയെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ഊന്നൽ നൽകപ്പെട്ടിരിക്കുന്ന പ്രാഥമികമായ ആശയം. സങ്കീർത്തനങ്ങൾ 18:3 തന്നെ സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. കണ്ടോ, ഞാൻ പ്രാർത്ഥിച്ച് ഉത്തരം പ്രാപിച്ച് രക്ഷ എനിക്ക് ലഭിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 50:15 കർത്താവ് നമ്മളോട് പറയുകയാണ്, ദൈവം നമ്മളോട് പറയുകയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 86:7 നീ എനിക്ക് ഉത്തരം അരുളുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പൊ സങ്കീർത്തനങ്ങളിൽ ഈ വാക്യങ്ങളിലൊന്നും നമ്മുടെ മലയാളം ബൈബിള് ആരാധന എന്ന് ഇവിടെ വിവർത്തനം ചെയ്തിട്ടില്ല, വിളിച്ചപേക്ഷിച്ചു എന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തുകൊണ്ടോ ഈ പ്രയോഗത്തെ അവർ ആരാധനയാക്കി മാറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം വിളിച്ചപേക്ഷിച്ചു എന്ന് തന്നെയാണ് സങ്കീർത്തനങ്ങളിൽ എല്ലാ മലയാളം വിവർത്തനങ്ങളിലും വിളിച്ചപേക്ഷിച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്, വിളിച്ചപേക്ഷിക്കുക എന്നുള്ള അർത്ഥം പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ വാക്യങ്ങളിലെല്ലാം കണ്ടോ, പ്രാർത്ഥനയെ എന്ത് പേരിട്ടാ വിളിച്ചിരിക്കുന്നത്? യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് എന്ത്? പ്രാർത്ഥന. പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും കാതലായ പ്രവൃത്തി അതാണ്. ദൈവനാമത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവത്തോട് നമ്മൾ നമ്മുടെ ആ ഹൃദയത്തിലെ രോദനം, നിലവിളി അവനിലേക്ക് നമ്മൾ ഉയർത്തുന്നതിനെയാണ്, ആ ഒരു അപേക്ഷ, അല്ലെ, ഒരു അപേക്ഷ അവന് നമ്മൾ നൽകുകയാണ്. കർത്താവേ എന്നും പറഞ്ഞ് അവനെ വിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പൊ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അത് മാത്രം പോരാ, നമ്മുടെ നിർവചനം ശ്രദ്ധിച്ച്, വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ അതാണ് രണ്ടാമത്തെ ഘടകം. നമുക്ക് രണ്ടാമതായിട്ട് ഈ നിർവചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യം അതാണ്, വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുക, അല്ലെ? അത് സൂചിപ്പിക്കുന്ന 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഭാഗമാണ്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, അതായത് ശിഷ്യന്മാരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടുത്തെ ഒരു പശ്ചാത്തലം, കർത്താവ് ഒരു അത്തിവൃക്ഷത്തെ ശപിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ അടുത്ത ദിവസം അതിലൂടെ കടന്നു പോയപ്പോൾ ആ അത്തിവൃക്ഷം വാടി ഉണങ്ങി കിടക്കുന്നതായിട്ട് എന്നെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞതിന്, കർത്താവ് നീ ശപിച്ച അത്തിവൃക്ഷം ദാണ്ട കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിച്ച ഭാഗമാണിത്. ഇത് പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു വേദഭാഗം കൂടാണ്. നമുക്കിഷ്ടമുള്ളതെല്ലാം വായിക്കൂടെ അങ്ങ് പറഞ്ഞാൽ അതുപോലെ അങ്ങ് സംഭവിച്ചു കൊള്ളുമെന്ന് കർത്താവ് പഠിപ്പിച്ചെന്നാണ് പലരുടെയും ഈ വേദഭാഗത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം. അങ്ങനെ ഒരു പഠിപ്പീര്, ഒരു ഉപദേശം ദൈവവചനത്തിലില്ല. നമ്മൾ വാഗൊണ്ട് എന്തു പറഞ്ഞാലും അത് വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ചിലർ ദുരുപയോഗം ചെയ്യുന്ന ഒരു വേദഭാഗമാണിത്. കാരണം കർത്താവ് വാഗൊണ്ട് പറഞ്ഞപ്പോൾ, ശപിച്ചപ്പോൾ അതാ അത്തിവൃക്ഷം വാടിപ്പോയി. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ മല നീങ്ങും, അല്ലേ? അപ്പൊ പിന്നെ അതല്ലേ അതിൻ്റെ അർത്ഥം? വാഗൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ വാഗൊണ്ട് പറയുകയാണ് ഞാൻ കോടീശ്വരനാകും. ഇന്ന് ഇതൊക്കെയാണ് കൺവെൻഷൻ പ്രസംഗകർ പഠിപ്പിക്കുന്നത്. TV വരുന്ന കള്ള ദുരൂപദേശകൻ പഠിപ്പിക്കുന്നതാണ്, വാഗൊണ്ടങ്ങ് പറഞ്ഞ് ഞങ്ങൾ കോടീശ്വരന്മാരാകും, എനിക്ക് ലക്ഷങ്ങൾ കിട്ടും, അപ്പോൾ ഉടനെ കിട്ടും. അതാണോ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്? 22-ാം വാക്യം, ഈ 23-ാം വാക്യമാണ് അവർ വളച്ചൊടിക്കുന്നത്. 22-ാം വാക്യം ഒന്ന് നോക്കിക്കേ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. അപ്പൊ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം, ഞാൻ വായിക്കൂടെ പറയുന്ന വാക്കുകളിലല്ല. ഇനി 24 ശ്രദ്ധിച്ചേ, അതുകൊണ്ട്. അപ്പൊ ഈ കർത്താവ് ഇത് നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയം ഒന്ന് ശ്രദ്ധിച്ചേ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ ഇത് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്, അല്ലാതെ വാഗൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് തുനിഞ്ഞതല്ല. നമ്മൾ പറയുന്നത് അതുപോലെ സംഭവിക്കും എന്ന് എവിടാണ് കർത്താവ് പഠിപ്പിച്ചത്? പ്രാർത്ഥിക്കുമ്പോൾ, യാചിക്കുമ്പോൾ.
അല്ലെ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അല്ലാതെ ഒരു മലയെ കാണുമ്പോൾ ഞാൻ പോയിട്ട് വാ കൊണ്ടങ്ങ് പറഞ്ഞാൽ ഉടനെ ദൈവം പറയുന്നത് പോലെ അങ്ങ് സംഭവിച്ചു കൊള്ളുമെന്ന് ഇന്നത്തെ കള്ളപ്രവാചകന്മാർ പഠിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എൻ്റെ വായിൽ നിന്ന് പ്രാർത്ഥനയിൽ ഉയരുന്ന ആ വാക്കുകൾ, വിശ്വാസത്താൽ ഉയരുന്ന യാചനകൾ കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിപ്പിൻ. അതാണ് മല പോയി കടലിൽ വീഴുമെന്ന് പറഞ്ഞാലുള്ള അർത്ഥം. പറഞ്ഞതുപോലെ സംഭവിക്കും. ഏത് പറഞ്ഞതുപോലെ? പ്രാർത്ഥനയിൽ ദൈവത്തോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ പറഞ്ഞതുപോലെ സംഭവിക്കും എന്നുള്ള ആ പ്രയോഗം കേട്ടോണ്ട് ചിലര് പുതിയൊരു ദുരുപദേശം കൊണ്ടങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ദൈവമക്കൾ വാ കൊണ്ട് പറയുന്നതെല്ലാം അങ്ങ് സംഭവിച്ചോളൂ എന്ന്. അതല്ല ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയിൽ ദൈവനാമത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത് വിശ്വാസത്തോടായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് വേണം പ്രാർത്ഥിക്കാൻ. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് തന്നെ മത്തായി 21:22 നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ദൈവത്തിൽ വിശ്വാസമുണ്ടായിട്ട് ഉറപ്പോടെ യാചിച്ചാൽ കർത്താവ് അത് നിവർത്തിക്കും എന്നുള്ളൊരു വാക്തത്വമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളെല്ലാം വാ കൊണ്ട് പറഞ്ഞ് എനിക്ക് ലഭിക്കും, പോസിറ്റീവ് കൺഫെഷൻ, പോസിറ്റീവായിട്ട് ഏറ്റു പറഞ്ഞാൽ അത് സംഭവിക്കും. ഇതൊക്കെ ക്രിസ്തീയ ഉപദേശമോ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറെ മതങ്ങളിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു വേറെ സിദ്ധാന്തങ്ങളും ഒക്കെ കൊണ്ട് ടി വിയിലൊക്കെ ഇന്ന് പ്രസംഗിക്കുന്ന ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു 99% കള്ളനാണയങ്ങളും പറയുന്ന ഈ പോഷത്തരം അതിന് വചനവുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് പ്രാർത്ഥിക്കുമ്പോഴുള്ള യാചനയെക്കുറിച്ചാണ്. അവിടെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹൃദയത്തിലൊരു സംശയവും കൂടാതെ യാചിക്കുന്നതൊക്കെയും ലഭിക്കുമെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. പക്ഷെ അത് നമ്മൾ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കണം. എൻ്റെ വിശ്വാസത്തെ ഞാൻ പ്രസ്താവിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ അത് വെളിപ്പെട്ടു വരികയാണ് എൻ്റെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ആ പ്രദർശനമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല വിശ്വാസം വേണം, വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുകയും വേണം, രണ്ടും വേണം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവനാമത്തെ വിശ്വാസത്തോടെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ്റെ സഹായം തേടുവാനായി വിളിച്ചപേക്ഷിക്കുക. ഇതാണ് നമ്മൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അപേക്ഷ പ്രാർത്ഥനകൾ, അല്ലെ? ഒരു കാര്യം വേണം, ഒരു സഹായം വേണം, അപ്പൊ പിന്നെ കർത്താവിനോട് അത് ചോദിക്കാം. സഹായത്തിനായിട്ട് അവനോട് വിളിച്ചപേക്ഷിക്കുക. ഇനി നമ്മൾ സങ്കീർത്തനങ്ങളിലെ ചില വാക്യങ്ങളിൽ കിടക്കുകയാണ്. ഇവിടെയും ഒരു കാര്യം പറയണം. നമ്മുടെ പഴയ മലയാളം ബൈബിളിൽ ഈ വാക്യങ്ങളിലെല്ലാം യാചനകൾ, നിലവിളികൾ എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോയിരിക്കുകയാണ്. സഹായം എന്ന് പറയുന്ന എബ്രായ പദം ഈ വാക്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് അവര് വിവർത്തനം ചെയ്തിട്ടില്ല. യാചനകൾ, നിലവിളി എന്നൊക്കെ പറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്ന എല്ലാ വാക്യങ്ങളും സമകാലിക ബൈബിൾ വിവർത്തനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അവിടെ സഹായം എന്നവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് എബ്രായ ഭാഷയോട് കൂടുതൽ നീതി പുലർത്തുന്ന ഒരു വിവർത്തനമാണ് ഈ ഭാഗങ്ങളിൽ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 5:2 എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, സഹായത്തിനായുള്ള എൻ്റെ നിലവിളി കേൾക്കണമേ. സഹായത്തിനായുള്ള എൻ്റെ നിലവിളി, എൻ്റെ പ്രാർത്ഥന നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന എന്താണ്? സഹായത്തിനായുള്ള നിലവിളിയാണ്. സങ്കീർത്തനങ്ങൾ 28:2 അവിടുത്തെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തുമ്പോൾ, സഹായത്തിനായി ഞാൻ വിളിക്കുമ്പോൾ തന്നെ കരുണയ്ക്കായുള്ള എൻ്റെ വിലാപം കേൾക്കണമേ. കണ്ടോ? അവൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്, സഹായത്തിനായിട്ട് വിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പോൾ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സങ്കീർത്തനങ്ങൾ 30:2 എൻ്റെ ദൈവമായ യഹോവേ, സഹായത്തിനായി ഞാൻ വിളിച്ചപേക്ഷിച്ചു, അങ്ങ് എന്നെ സൗഖ്യമാക്കി. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. സഹായത്തിനായിട്ടുള്ള വിളിച്ചപേക്ഷിച്ച ആ പ്രാർത്ഥന ദൈവം കേട്ടു.
അല്ലെ? 88:13 എങ്കിലും യഹോവേ, ഞാൻ അങ്ങയോട് സഹായത്തിനായി അപേക്ഷിക്കുന്നു, പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന തിരുമുമ്പിലെത്തുന്നു. അല്ലെ? 102:1 യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, സഹായത്തിനായുള്ള എൻ്റെ നിലവിളി തിരുമുൻപാകെ എത്തട്ടെ. അപ്പൊ പ്രാർത്ഥന എന്താണ്? സഹായത്തിനായുള്ള നിലവിളി. അപ്പോ നമ്മുടെ നിർവചനത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അവന്റെ സഹായം തേടുവാൻ വിശ്വാസത്തോടെ നാം ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഇനി അവസാനം 4-മതായിട്ട് ഈ നിർവചനത്തിൽ അടങ്ങിയിരിക്കുന്ന കാതലായ സത്യം, കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനായി വിളിച്ചപേക്ഷിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെറും നിലവിളിയും യാചനയും സഹായം നേടുവാനുള്ള ഒരു മാർഗവും മാത്രമല്ല, കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനായിട്ടാണ് നാം അവനെ വിളിച്ചപേക്ഷിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 145:18 യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അപ്പൊ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥനയുമായിട്ട് അടുക്കുമ്പോൾ അവന്റെ ഒരു സാമീപ്യം നാം അനുഭവിക്കുന്നു, അല്ലെ? അല്ലാതെ കുറെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞേച്ച് ഫോൺ അങ്ങ് വെക്കുകയല്ല. അതിലൂടെ ഒരു വിശുദ്ധ സംസർഗം സംഭവിക്കുന്നുണ്ട്. ആ ബന്ധം നമ്മൾ രുചിച്ചറിയുന്നുണ്ട്. അവന്റെ സാമീപ്യം നമ്മൾ രുചിച്ചറിയുന്നുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞാൽ വാഗൊണ്ട് വിളിച്ചാൽ പോരാ, സത്യമായിട്ട് ഹൃദയത്തിൽ വിശ്വാസത്തോടെ അവന്റെ സന്നിധിയിൽ അടുക്കുന്നവർ, അവരോട് കർത്താവ് സമീപസ്ഥനാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ യേശു കർത്താവ് മത്തായി 6:8 പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ അവന്റെ സഹായം തേടുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും, കർത്താവിനോട് പോയി നമ്മളെല്ലാം പറഞ്ഞ് ഫലിപ്പിച്ച് അവനെ എന്താ പറയുക, അറിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെല്ലാം മുൻപേ അറിയാം, അല്ലെ? നമ്മുടെ ഒരു സാധാരണ മത ചിന്താഗതി എന്ന് പറയുന്നത്, മനുഷ്യരുണ്ടാക്കിയ എല്ലാ മതത്തിലും പ്രാർത്ഥന എന്താണ്? ദൈവത്തോട് പോയി നമ്മൾ എല്ലാം പറഞ്ഞ് ഫലിപ്പിച്ച് ദൈവത്തെ കേൾപ്പിക്കണം, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പിതാവിന് ഇതെല്ലാം മുന്നമേ അറിയാം. പ്രാർത്ഥിച്ചത് കൊണ്ടല്ല അവൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹായം തേടുവാനായിട്ട് നാം അവൻ്റെ സന്നിധി പോവുകയാണെങ്കിലും അവിടെ ആ ബന്ധത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്, അല്ലേ? ഇപ്പോൾ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് രാവിലെ തൊട്ട് എല്ലാ ദിവസവും അതൊന്ന് പ്ലേ ചെയ്താൽ മതിയോ? ഒരു മന്ത്രം പോലെ കർത്താവ് കേട്ടോളും, തന്നോളും. അങ്ങനല്ലല്ലോ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അവൻ്റെ സന്നിധിയിൽ പോയിരുന്ന് അവനുമായിട്ട് ബന്ധപ്പെട്ട്, അവനുമായിട്ട് സംബന്ധിച്ച്, അവനുമായിട്ടൊരു സംസർഗത്തിൽ ഏർപ്പെട്ട് അവിടെ നമ്മുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കുക. അവനറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷേ ആ ബന്ധത്തിൻ്റെ ആ ഒരു മാധുര്യമയിൽ നമ്മൾ കടന്നു വരണം, അല്ലേ? നമ്മുടെ മക്കൾ നമ്മളോട് വന്ന് അവരുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നത് പോലെ, അല്ലേ? അതൊക്കെ നമുക്ക് മുന്നമേ അറിയാം അവർക്ക് എന്തൊക്കെ ആവശ്യമുള്ളൂ. പക്ഷേ അവർ വന്ന് അടുത്തിരുന്ന് അപ്പ, അമ്മ എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, ആ ഒരു മനോഹാരിതയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ദൈവത്തിന് ഇതെല്ലാം അറിയാമെന്നുള്ള ചിന്ത വേണ്ട. അപ്പോൾ സഹായം അഭ്യർത്ഥിക്കുവാനായിട്ട് നമ്മൾ അവൻ്റെ സന്നിധിയിൽ കടന്നു പോകുമെന്നുള്ളത് സത്യമാണെങ്കിലും, ആ ബന്ധത്തിൽ, ആ സംസർഗത്തിൽ ആനന്ദിക്കുവാനും ആസ്വദിക്കുവാനും അതിൽ കൂടുതൽ വളരുവാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസ് 12:29-30 എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്, ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. ദൈവത്തെ അറിയാത്തവരാണ് അങ്ങനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനത്തെ വ്യാകുലതകളും വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ അറിയണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ യാചനകളും മുൻപേ അറിയുന്ന ഒരു പിതാവിനോടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരാളെ കാണാൻ പോകുമ്പോൾ ആ പുള്ളിക്ക് എല്ലാം എന്നെക്കുറിച്ച് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പുള്ളിയെ കാണാൻ പോകുന്നത്? പിന്നെ കാണാൻ പോകുന്നത് എന്തെങ്കിലും അറിയിപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ കാണാൻ പോകുന്നത് ആ വ്യക്തിബന്ധത്തിലുള്ള ആ സാഹോദര്യം, ആ സന്തോഷം, ആ സ്നേഹബന്ധം അത്രയ്ക്ക് മാധുര്യമുള്ളതാണ്, അത്രയ്ക്ക് സ്നേഹം നിറഞ്ഞതാണ്. അത് അനുഭവിക്കുവാൻ വേണ്ടി, ആ സംസർഗം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വ്യക്തിയെ പിന്നെ കാണാൻ പോകുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ
അപേക്ഷകളൊക്കെ അറിയിക്കുമെങ്കിലും അവിടെ വെച്ച് നിർത്തരുത് പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന അതിനും അപ്പുറത്ത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, ആ സംസർഗം, അത് ആസ്വദിക്കുവാൻ വേണ്ടി, അതിൽ കൂടുതൽ ആ കൂട്ടായ്മയിൽ വളരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് പ്രാർത്ഥന? കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനും അവൻ്റെ സഹായം തേടുവാനും വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുക, വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുക, അവൻ്റെ സഹായം തേടുവാനായും കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനായിട്ടും വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ അതാണ് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിർവചനം. ഇനി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയമാണ്. പക്ഷെ അതിലൊന്നാമതായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പഠിക്കണം. പുതിയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ച് ഇത് വളരെ കാതലായ ഒരു വിഷയമാണ്. എല്ലാ മതത്തിലും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പുതിയ നിയമഭക്തന് പറയുവാൻ കഴിയില്ല. പുതിയ നിയമഭക്തന്മാർ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം. ഇത് പറയാനുള്ള കാരണം നമ്മൾ ഗിരിപ്രഭാഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി 5, 6, 7 തിരുവെഴുത്തുകളിൽ കർത്താവിൻ്റെ ഏറ്റവും നീളമുള്ള പ്രസംഗം, അതിൽ കർത്താവ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ശിഷ്യന്മാർ പഠിച്ചിരിക്കുവാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെ പ്രാർത്ഥിക്കരുത്. അതിനെ കർത്താവ് 2 തെറ്റായ സമീപനങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, പരീശന്മാരെ പോലെ നമ്മൾ പ്രാർത്ഥിക്കരുത്. പരീശന്മാരുടെ കാര്യം പറഞ്ഞാൽ അവര് കപടഭക്തിക്കാരായിരുന്നു. യഹൂദ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ മതനേതാക്കന്മാരായിരുന്നു പരീശന്മാർ. പക്ഷെ കർത്താവ് കടന്നു വന്ന് പറഞ്ഞു, ഇവർ കപടഭക്തിക്കാരാണ്. പരീശന്റെ പുളിച്ചമാവ് കപടഭക്തി, അവരുടെ ഉപദേശം തന്നെ കപടഭക്തിയാകുന്നു എന്ന് ലൂക്കോസ് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ മത്തായി 6:5 കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. മനുഷ്യർ കാണുവാനും കൈയടിക്കുവാനും വലിയ പ്രാർത്ഥനക്കാരനാണല്ലോ എന്ന് പറഞ്ഞു കേൾക്കാനും വേണ്ടി അവര് പരസ്യമായിട്ട് യഹൂദ പള്ളികളിലും തെരുവുകളിലും ഒക്കെ നിന്നുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കും. അതായത് അവർക്ക് ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് നടിക്കും. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കത്തില്ല, പക്ഷെ സഭ കൂടുമ്പോൾ ഭയങ്കര ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ നമ്മൾ? വീട്ടിലൊരു പ്രാർത്ഥനയില്ല, ദൈവമായിട്ടൊരു ബന്ധവും ഇല്ല, വിശ്വാസമില്ല, ആശ്രയമില്ല. പക്ഷെ സഭയെ കടന്നു വന്ന് പുൾപ്പിറ്റിൽ നിൽക്കുമ്പോൾ, സ്റ്റേജിൽ നിൽക്കുമ്പോൾ, മൈക്ക് കിട്ടുമ്പം അയ്യോ ഘോരഘോര പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥന, സാഹിത്യം ഇങ്ങനെ അങ്ങ് വിളമ്പുകയാണ്. അവരെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്, കപടഭക്തിക്കാർ. അവർ മനുഷ്യർക്ക് കാണാൻ വേണ്ടിയിട്ട്, മനുഷ്യര് കൈയടിച്ചിട്ട് എന്തൊരു പ്രാർത്ഥനയായിരുന്നു. 100 പേര് ഹാലലുയ പറഞ്ഞ പ്രാർത്ഥന കേട്ടപ്പോൾ. അങ്ങനെയുള്ളവരെ പോലെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കരുതെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കുള്ള പ്രതിഫലം ഈ മനുഷ്യർ കാണുമ്പോൾ തന്നെ കിട്ടിപ്പോയെന്ന്. അവര് ദൈവത്തോട് പല കാര്യങ്ങളും പ്രാർത്ഥിച്ചു, യാചിച്ചു, പക്ഷെ അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. കാരണം ഇവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുദ്ദേശിച്ച പ്രതിഫലം മനുഷ്യരൊക്കെ ഒന്ന് കൈയടിക്കണം, നല്ല പ്രാർത്ഥനയാന്ന് പറയണം. അത് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രാർത്ഥിച്ച കാര്യം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു ഫലവത്തായ പ്രാർത്ഥനാ ജീവിതമല്ല. ഈ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കത്തില്ല. കപടഭക്തിക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. നിങ്ങൾക്ക് മനുഷ്യർ കൈയടിക്കണം, എൻ്റെ മലയാളം കൊള്ളാവല്ലോ, ഞാൻ പല വാക്യങ്ങൾ ഉദ്ധരിച്ചല്ലോ, ഞാൻ സൗണ്ട് മാറ്റിയത് കേട്ടോ, ആ എഫക്റ്റ് ഇട്ടത് കേട്ടോ എന്നൊക്കെ ചിലർ പറയും. അല്ലെ, ചില പാസ്റ്റർമാരുണ്ട്, ചില വിശ്വാസികളുണ്ട്, സ്റ്റേജിലോ പുൾപിറ്റിലോ മൈക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉടനെ സൗണ്ടൊക്കെ മാറും, ഇച്ചിരി ബേസൊക്കെ ഇട്ട് അവർ പ്രാർത്ഥിക്കത്തുള്ളൂ. പിന്നെ പ്രാർത്ഥനയാന്ന് പറഞ്ഞാലും പ്രാർത്ഥന ആണെന്ന് ഭാവിച്ചുകൊണ്ട് മനുഷ്യരോട് പ്രസംഗിക്കുകയാണ് അവര്. അവരുടെ ബൈബിളിലുള്ള അറിവും ജ്ഞാനവും ഒക്കെ വിളമ്പുകയാണ്. എനിക്കിതറിയാം, എനിക്കതറിയാം. അല്ലെ, അങ്ങനെ വെറുതെ ആളുകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി, അവരുടെ കയ്യൊടി നേടാൻ വേണ്ടി വൃഥാ നീളമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് കപടഭക്തിക്കാർ. അല്ലെ, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന.
മത്തായി 6:6 പറഞ്ഞിരിക്കുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ ആളുകളുടെ കയ്യടി നേടുവാനുള്ള പുറമേയുള്ള നടനമായിട്ടുള്ള യോഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന തരത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. അത് കർത്താവിന് ഇഷ്ടമല്ല. അങ്ങനത്തെ പ്രാർത്ഥനകൾക്ക് ഒരു പ്രതിഫലവും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ തെറ്റായ സമീപനം, പരീശന്മാരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കപടഭക്തിക്കാരുടെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് കർത്താവ് 6:7 രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുകയാണ്, ജാതീയരുടെ പ്രാർത്ഥന, രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളുടെ പ്രാർത്ഥന, സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥന. അല്ലെ, 6:7 പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം എന്നുള്ള വാക്കിന്റെ അർത്ഥമില്ലാത്ത ആവർത്തനം എന്നാണ്. ഒരർത്ഥവും ഇല്ല, ഒരു ഉദ്ദേശവും ഇല്ലാതെ വെറുതെ കുറെ വാക്കുകൾ ആവർത്തിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ മന്ത്രം ചൊല്ലുക എന്ന് പറയാം, അല്ലെ? 1000 വരികളുള്ള മന്ത്രം, ഒരു വാക്കിന്റെ അർത്ഥവും അറിഞ്ഞൂടാ, ഇതൊന്നും ഉദ്ദേശിക്കുകയല്ല, അല്ലെ? ചിലപ്പോഴൊക്കെ നമുക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് കിട്ടും, ഈ പ്രാർത്ഥന 4 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ 10 പേർക്ക് അയച്ചു കൊടുത്താൽ 10 ദിവസം ഇത് തന്നെ 7 മണിക്ക് പ്രാർത്ഥിച്ചാൽ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മന്ത്രമാണെന്ന്. ഇതെന്തോ ഇങ്ങനെ കുറെ നമ്മൾ വായിക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, അല്ലെ? അല്ലെങ്കിൽ ഒരു ജപമാല എടുത്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ജൽപ്പനം ചെയ്താൽ, അല്ലെ? അല്ലെങ്കിൽ എവിടെങ്കിലും പോയച്ച് എന്തെങ്കിലും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്താൽ ഉടനെ അങ്ങ് നമുക്കെന്തോ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് ഒരു രക്ഷിക്കപ്പെടാത്തവരുടെ ഒരു ചിന്താഗതി. അവര് ചിന്തിച്ചു വച്ചിരിക്കുന്നത്, കർത്താവ് ഇവിടെ 6:7 പറയുകയാണ്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ചാൽ, അതായത് വാക്കുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിഭാഷണം, 1000 വരികളുള്ള മന്ത്രം ചൊല്ലി, അല്ലെ? 1000 പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ജപമാല കൊണ്ട് ഞാൻ 1000 പ്രാർത്ഥന പ്രാർത്ഥിച്ചതൊക്കെ ചില കത്തോലിക്കരൊക്കെ പറയും. അതൊന്നും ഒരു അർത്ഥവും ഇല്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തായി 6:8 അവരോട് തുല്യരാകരുത്, അങ്ങനെ ചെയ്യരുത്. പുതിയ നിയമ ഭക്തൻ ഇങ്ങനത്തെ വൃഥാ പ്രവർത്തികളിലൊന്നും ഏർപ്പെടരുത്. ആവർത്തനം ചെയ്യരുതെന്നല്ല ഇവിടെ പറഞ്ഞത്. ഒരേ കാര്യം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാവോന്ന് ചിലർ ചോദിക്കും. പ്രാർത്ഥിക്കാം. ആ ഒരു ഭാരം ദൈവം തരുന്നത് കൊണ്ടും ആ വിഷയത്തിൽ ദൈവപ്രവൃത്തി കാണാത്തത് കൊണ്ടും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. അതാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അത് അടുത്ത ആഴ്ച നമ്മൾ നോക്കും. ഇടപെടാതെ പ്രാർത്ഥിക്കണം, കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, അല്ലെ? പക്ഷേ ജൽപ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥശൂന്യമായ ആവർത്തനം. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കാത്തതും വിശ്വസിക്കാത്തതും മനസ്സിലാകാത്തതുമായ കുറെ വാക്കുകൾ എൻ്റെ വായിലൂടെ ഇങ്ങനെ പോകുന്നു. എനിക്ക് മനസ്സിലാകാത്ത കുറെ മന്ത്രം ചൊല്ലുന്നത് പോലത്തെ വെറും അർത്ഥശൂന്യമായ ആവർത്തനം പാടില്ല. കുറെ വാക്കുകളൊക്കെ എൻ്റെ വായിൽ കൂടെ പോയല്ലോ, പിന്നെ നല്ല പ്രാർത്ഥനയായിരിക്കും. അല്ലല്ല, എനിക്ക് ബോധ്യം വന്ന് ഞാൻ വിശ്വസിച്ച് ദൈവത്തോട് ഞാൻ ആ ബന്ധം പുലർത്തിയുള്ള ഒരു സംഭാഷണമായിരിക്കണം, ഒരു സംസർഗമായിരിക്കണം. അല്ലാതെ ചുമ്മാ ഒരു പ്രവൃത്തി ചെയ്ത് വെച്ചിട്ട് ഞാൻ 1000 വരികൾ എൻ്റെ വായിക്കൂടെ പോയല്ലോ, പിന്നെ ആ പ്രാർത്ഥന ദൈവം കേട്ടേ പറ്റത്തുള്ളൂ. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും. ഈ ദൈവത്തെ അറിഞ്ഞൂടാ, ദൈവമായിട്ടൊരു ബന്ധവും ഇല്ല, ദൈവമായിട്ടൊരു സംഭാഷണത്തിലും ഏർപ്പെട്ടില്ല, പക്ഷെ 1000 വരികൾ എൻ്റെ വായിക്കൂടെ പോയല്ലോ എന്നാണ് ജാതികൾ ചിന്തിക്കുന്നത്. അത് മന്ത്രം പറച്ചിലിന് തുല്യമാണ്. അങ്ങനെ മന്ത്രം പറച്ചിലല്ല പ്രാർത്ഥന. പുതിയ നിയമ ഭക്തനെ സംബന്ധിച്ച് പ്രാർത്ഥന ഒരു മന്ത്രം പറച്ചിലല്ല, അല്ലെ? അവരോട് തുല്യരാകരുത്. അപ്പോൾ ഈ 2 തെറ്റായ സമീപനങ്ങളും നമ്മൾ ഒഴിവാക്കണം. കപടഭക്തി പാടില്ല. ദൈവമായിട്ട് ബന്ധമില്ലാതിരിക്കുമ്പോൾ അതുണ്ടെന്ന രീതിയിൽ നടിക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഹൃദയത്തിൽ ഉദ്ദേശിക്കാത്ത ഒരു പ്രാർത്ഥനയും അതരങ്ങളിലൂടെ വരരുത്. പ്രത്യേകിച്ച് നമ്മൾ സഭയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് സൂക്ഷിക്കേണ്ടത്. പരസ്യമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടെയും പ്രാർത്ഥിക്കാൻ പഠിക്കണം. ആളെ കാണിക്കാൻ വേണ്ടി ഹൃദയത്തിൽ നിന്ന് ഉയരാത്ത, തലച്ചോറിൽ നിന്ന് ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, പ്രീതിപ്പെടുത്താൻ വേണ്ടി, വാക്ചാതുര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തര പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ദൈവത്തോടുള്ള ആ ബന്ധത്തോട് നീതി പുലർത്തിക്കൊണ്ട് വിശ്വാസത്തോടെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവിടെ കപടഭക്തി പാടില്ല. രണ്ടാമതായിട്ട്, ജാതീയരെ പോലെ അതിഭാഷണത്താൽ ദൈവം കേട്ടോളും, കുറെ മന്ത്രം പോലെ കുറെ വാക്കുകൾ അങ്ങ് പറഞ്ഞാൽ മതി, കുറെ സാഹിത്യം വിളമ്പിയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കരുത്.
പ്രാർത്ഥനയുടെ ദൈർഘ്യം, പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ എണ്ണം, വാക്കുകളുടെ ആ സാഹിത്യം, ഇതിലൊന്നും ആസ്പദമായിട്ടല്ല പ്രാർത്ഥനയെ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ നമ്മൾ അവിശ്വാസികളെ പോലെ പ്രാർത്ഥനയെ സമീപിക്കുവാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നമുക്കൊന്ന് ചിന്തിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾ കണ്ട വാക്യം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. മത്തായി 6:6, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വകാര്യമായിട്ടൊരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഉണ്ടായിരിക്കണം. സ്ഥിരമായിട്ട് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പിതാവുമായിട്ട് ഒരു സംസർഗം ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യനും അറിയേണ്ട അവിടെ എത്ര നേരം നിങ്ങൾ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഈ വീമ്പ് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ 3 മണിക്കൂർ പ്രാർത്ഥിക്കും, 5, അത് പറഞ്ഞാൻ പാടില്ല. ഇനി ആരെങ്കിലും പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി ചില സമയത്ത് നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ അല്ലാതെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് വീമ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല, അത് കപടഭക്തി തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അളവും എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്നോ പ്രാർത്ഥനയിൽ സംഭവിച്ച അനുഭവങ്ങളോ ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ദൈവം അനുവദിക്കാതെ അതൊന്നും നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാനും എൻ്റെ പിതാവുമായിട്ടുള്ള രഹസ്യ സംസർഗത്തിൽ അവിടെ തന്നെ ഇരിക്കട്ടെ, അതാരും അറിയേണ്ട ആവശ്യമില്ല. അല്ലെ, കിടപ്പുമുറിയിൽ സംഭവിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും കണ്ടിടത്തെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഇല്ല, അത് അവർ തമ്മിലുള്ള ആ പ്രേമബന്ധത്തിന്റെ സ്വകാര്യതയിൽ ഇരിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് പുറത്തൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ ഞാനും എൻ്റെ സ്വർഗീയ കാന്തനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഈ സംസർഗത്തിൽ സംഭവിക്കുന്ന എല്ലാം ഒന്നും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. അത് അല്പത്തരമാണ്, അല്ലേ? അപ്പോ മാനുഷിക പ്രീതി നേടുവാനല്ല, പകരം സ്വകാര്യമായി ദൈവപിതാവുമായിട്ട് ഹൃദയം പങ്കിടുവാൻ നമ്മൾ രഹസ്യ പ്രാർത്ഥന ശീലമാക്കണം. ഈ യോഗങ്ങളിൽ മാത്രമുള്ള പ്രാർത്ഥന പോരാ, രഹസ്യമായിട്ട് സ്വകാര്യതയിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ദൈവത്തോടു കൂടെ ഇരുന്ന് സംസർഗത്തിൽ അവനെ ആസ്വദിക്കും. എൻ്റെ ഹൃദയത്തിലെ എല്ലാ ആവശ്യങ്ങളും ഞാൻ അവൻ്റെ മുൻപാകെ പകർന്ന് അവൻ്റെ സഹായം ഞാൻ അഭ്യർത്ഥിക്കും. അങ്ങനൊരു പ്രാർത്ഥന എൻ്റെ പിതാവ് കാണുവാൻ വേണ്ടി, പിതാവിൽ നിന്ന് സഹായം പ്രാപിക്കുവാൻ, പിതാവിൻ്റെ ജീവിതത്തിൽ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവനുമായുള്ള സംസർഗം ആസ്വദിക്കുവാനും അതിൽ വളരുവാനും ഞാനൊരു പ്രാർത്ഥനാ ജീവിതം എൻ്റെ ഒരു ശീലമാക്കും. അങ്ങനെ ഒരു രഹസ്യ പ്രാർത്ഥന ശീലം നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് 6:9 പറയുന്നത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 6:9 മാത്രമേ ഈ ആഴ്ച നമുക്ക് നോക്കാൻ കഴിയുകയുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. 6:9 നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. അവിടെ തന്നെ ഒന്ന് നമ്മൾ ചിന്തിച്ചൊന്ന് ധ്യാനിക്കണം. നിങ്ങൾ ഇത് പ്രാർത്ഥിപ്പീൻ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, അല്ലെ? അപ്പൊ ഈ പ്രാർത്ഥന തന്നെ എടുത്തു വെച്ചിട്ട് ഇത് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ, എന്നിട്ട് ഇത് 1000 പ്രാവശ്യം പ്രാർത്ഥിക്കാം, 10 പ്രാവശ്യം പ്രാർത്ഥിക്കാം, ഇതിനെ പിന്നെ മന്ത്രമാക്കി സാമുദായിക പള്ളികളിൽ അങ്ങനെ ഒരു ശീലം, ഒരു പാരമ്പര്യമുണ്ട്. അയ്യോ, അത് തെറ്റിപ്പോയി. കർത്താവ് തന്നെ പറഞ്ഞു ജൽപ്പനങ്ങൾ വേണ്ട, അല്ലേ? ഈ പ്രാർത്ഥന 100 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് തെറ്റുണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഹൃദയത്തിൽ നിന്ന് ഉദ്ദേശിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാതെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ 100 തവണ ദിവസവും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥവും ഇല്ല, അതിലൊരു മഹത്വവും ഇല്ല. മാത്രമല്ല, ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെ ഒരു മാതൃകയാക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തും പ്രാർത്ഥിക്കാം. അല്ലാതെ ഇത് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ഇത് പ്രാർത്ഥിക്കുക എന്നല്ല പറഞ്ഞു, ഇവണ്ണം പ്രാർത്ഥിക്കുക. അതിൻ്റെ അർത്ഥം ഇത് മാത്രം പ്രാർത്ഥിക്കാവൂ എന്നല്ല, അല്ലെങ്കിൽ ഇത് ആവർത്തിച്ചൊരു മന്ത്രമാക്കണമോ എന്നും അല്ല. ഈ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് ഈ മാതൃകയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ എന്തായിരിക്കണം മുൻഗണന, എന്തിന് ഊന്നൽ നൽകണം, എന്തു പ്രാർത്ഥിക്കണം, ഇതെല്ലാം നമുക്ക് ഈ ഒരു മാതൃകാ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. അത് കൂടുതൽ നമ്മൾ അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. പക്ഷെ ഒന്നാമത്തെ വിഷയം ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ പ്രാർത്ഥന തുടങ്ങുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വളരെയധികം ധ്യാനിക്കേണ്ട ഒരു വലിയ വിഷയം ഇവിടെ തന്നെയുണ്ട്, അല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ആ വെളിപ്പാട് വ്യക്തമാണ്. ആ വെളിപ്പാടിനൊത്തവണ്ണമായിരിക്കും പിന്നീടുള്ള പ്രാർത്ഥനയൊക്കെ.
ദൈവം ആരാണെന്നുള്ള ആ പരിജ്ഞാനത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയരുന്നത്. ജാതികൾ ചിന്തിക്കുകയാണ് ദൈവം അതിഭാഷണത്താൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. അപ്പൊ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ഇതാണ്: 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ദൈവം അങ്ങ് വീഴും, നമുക്ക് പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുമെന്നാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമെങ്കിൽ നമ്മൾ 1000 പ്രാവശ്യം ഒരു ചുമ്മാ മന്ത്രം പോലെ ഇങ്ങനെ അങ്ങ് ജൽപ്പനത്തിൽ ഏർപ്പെടും, അല്ലെ? അപ്പൊ ജാതികൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അതാണ്. ദൈവം അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് വീണു പോകുന്ന, അതിലൊക്കെ അങ്ങ് മതിപ്പ് കാണുന്ന ഒരു വ്യക്തിയാണെന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം എന്താണോ, വെളിപ്പാട് എന്താണോ, അതിനൊത്തവണ്ണമായിരിക്കും നമ്മുടെ പ്രാർത്ഥന. അപ്പൊ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്? സ്വർഗസ്ഥനായ പിതാവേ. കണ്ടോ? അപ്പൊ പുതിയ നിയമ ഭക്തൻ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് എപ്പോഴും ഞാൻ ഈ കടന്നു വരുന്ന ദൈവം ആരാകുന്നു? സ്വർഗസ്ഥനായ പിതാവാകുന്നു. അതിലൊന്നാമത്തെ വിഷയം, ദൈവം എൻ്റെ പിതാവാകുന്നു. ഞാൻ കടന്നു വരുന്ന ഈ ദൈവസന്നിധി എൻ്റെ പിതാവിൻ്റെ സന്നിധിയാണ്. അത് യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ളൊരു കാര്യമെന്ന്. അവർ ദൈവത്തെ അങ്ങനെ പിതാവെന്നൊന്നും വിളിക്കത്തില്ല. യോഹന്നാൻ 5-ലും 8-ലും ഒക്കെ നമ്മൾ കാണുന്നതാണ്, യേശുക്രിസ്തു ദൈവത്തെ പിതാവെന്ന് വിളിച്ചത് കൊണ്ട് അവർ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോയി. കാരണം ദൈവത്തെ കയറി പിതാവെന്ന് വിളിക്കുകയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ ആരായി? പുത്രനായി, മകനായി. അപ്പൊ പിന്നെ നീ ദൈവത്തോട് സമനായി എന്നൊക്കെ അവർ ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തെ കയറി പിതാവെന്ന് വിളിക്കുന്നത് യഹൂദനെ സംബന്ധിച്ച് വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല അവരെ സംബന്ധിച്ച്. പക്ഷെ നമുക്കറിയാമല്ലേ, നമ്മൾ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ കടന്നു വരുമ്പോൾ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ച് ആ ആത്മാവ് നിമിത്തം നമ്മൾ കരയുന്നത് എന്താണ്? അബ്ബാ പിതാവേ. യേശുക്രിസ്തുവിന് ദൈവപിതാവുമായിട്ടുള്ള അതേ ബന്ധത്തിന്റെ പങ്കാളികളായി നമുക്കിനി യേശുക്രിസ്തു പിതാവിനെ വിളിക്കുന്നത് പോലെ നമുക്കും ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ അവൻ പ്രാഗൽഭ്യം തന്നിരിക്കുന്നു. അതാണ് രക്ഷയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം. ദൈവത്തെ കയറി പിതാവെന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം യേശുക്രിസ്തുവായ ദൈവപുത്രനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവനും പിതാവുമായുള്ള ആ ബന്ധത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ആ കൂട്ടവകാശികളായിട്ട് നമ്മളും മാറിയിരിക്കുന്നു. നമുക്ക് ആ പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ കയറി പിതാവെന്ന് വിളിക്കാം. അപ്പൊ ദൈവം എൻ്റെ പിതാവാണെന്ന ബോധ്യത്തോടെ പ്രാഗൽഭ്യത്തിൽ നാം പ്രാർത്ഥിക്കണം. ഞാൻ ഏതോ ഒരു ദൈവത്തിൻ്റെ അടുക്ക വന്നിരിക്കുകയാണ്, ഏതോ ശക്തിയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്, എന്നെ സഹായിക്കാൻ കഴിയുന്ന ഏതോ ഒരു ശക്തി, അങ്ങനല്ല. എൻ്റെ പിതാവാണ്. ആ പിതാവ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയണം. എൻ്റെ അപ്പൻ്റെ സന്നിധിയിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. എന്നെ കരുതുന്ന എൻ്റെ അപ്പൻ, അവൻ്റെ സ്നേഹവും അവൻ്റെ നന്മയും അവൻ്റെ ജ്ഞാനവും അവൻ്റെ എല്ലാം അവൻ എനിക്ക് വേണ്ടി ചെലവഴിക്കും. അവൻ അനുകൂലമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ കടന്നു വന്നിരിക്കുന്ന ഏതോ ഒരു വിദൂരത്തിരിക്കുന്ന ഒരു ദൈവമല്ല. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി അവൻ സകലതും ചെലവഴിച്ച് എന്നെ രക്ഷിക്കുവാൻ മനസ്സലിവുള്ള അനുകൂല ഹൃദയമുള്ള എൻ്റെ പിതാവാണ്. ആ ബോധ്യം നിമിത്തം എന്തു വരും? വിശ്വാസം കടന്നു വരും. അങ്ങനെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് ശ്രദ്ധിച്ച്, ഈ പിതാവ് എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ്. അപ്പൊ ഈ സ്നേഹവാനായ പിതാവാണെന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെ. പക്ഷെ ഈ സ്നേഹവാനായ പിതാവ് സ്വർഗത്തിൽ വാഴുന്നു. ഈ സൃഷ്ടിയുടെ രാജാവാണ് അവൻ. അവൻ സർവാധിപത്യമുള്ളവനാണ്. അവൻ സ്വർഗത്തിൽ സിംഹാസനസ്ഥനാണ്. അതുകൊണ്ട് എന്താണ്? ഈ സകല സൃഷ്ടിയെയും ഭരിക്കുന്നവനാണ്. ഏറ്റവും ഉന്നതനായ അധികാരിയാണ്. അതുകൊണ്ടെന്താ? അതുകൊണ്ട് അവന് സകലവും സാധ്യമാണ്. കണ്ടോ? അവൻ്റെ ആ നിസ്തുല്യ ശക്തി സ്വർഗസ്ഥനായ പിതാവ്. അപ്പൊ അവൻ എൻ്റെ പിതാവാണെന്നുള്ളത് കൊണ്ട് അവൻ്റെ സ്നേഹം, അവൻ്റെ നന്മ, അവൻ്റെ അനുകൂലത, അവൻ എനിക്ക് വേണ്ടിയുള്ളവനാണ്. ദൈവം എനിക്ക് പ്രതികൂലമല്ല, അനുകൂലം.
അതുകൊണ്ട് വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ വന്ന് അവനുമായുള്ള കൂട്ടായ്മ ആസ്വദിച്ച് അവനോട് സഹായം അഭ്യർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളിൽ വിശ്വാസം കടന്നു വരുന്നു, അല്ലെ, ഉറപ്പ് കടന്നു വരുന്നു, പ്രാഗൽഭ്യം കടന്നു വരുന്നു. ഇനി അവൻ എങ്ങനെ സഹായിക്കാൻ കഴിയും? അവൻ കുറഞ്ഞവനൊന്നുമല്ല, ഏറ്റവും ഉന്നതനായവൻ, സ്വർഗത്തിൽ സിംഹാസനസ്ഥനായവൻ, സർവാധിപത്യമുള്ളവൻ, നിസ്തുല്യ ശക്തിയുള്ളവൻ, ഒന്നും അസാധ്യമല്ലാത്തവൻ, അല്ലേ, സർവശക്തൻ, അവനെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് എന്ത് വിഷയവുമായിട്ട് അവൻ്റെ അടുക്കൽ വരാം, അല്ലേ. അപ്പൊ അവൻ്റെ സ്നേഹം, അവൻ്റെ ശക്തി, സ്വർഗസ്ഥനായ പിതാവേ. ചുരുക്കി പറഞ്ഞാൽ, ഉപസംഹരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസത്താലുള്ള ഭയഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെ. അവൻ എന്നോട് എന്തോ സ്നേഹമാണ്, അവൻ എന്നെ എത്രമാത്രം കരുതുന്നു, അവൻ എനിക്ക് വേണ്ടിയുള്ളവനാണ്, അല്ലെ. ദൈവം അനുകൂലമാണ്, പ്രതികൂലമല്ല എന്നൊക്കെ ഓർക്കുമ്പോൾ അവനോട് സ്നേഹം വരുന്നു, അവനോട് കൊതി വരുന്നു, അവനോട് അടുക്കുവാനുള്ള വലിയ ഒരു ദാഹം കടന്നു വരുന്നു, ഭക്തി കടന്നു വരുന്നു. ഇനി അവൻ സ്വർഗസ്ഥനാണ്, സകല സൃഷ്ടിയെയും ഭരിക്കുന്നവനാണ്, ഏറ്റവും ഉന്നതനായ അധികാരിയാണ്, സിംഹാസനസ്ഥനായ പരമാധികാരിയാണ് എന്നൊക്കെ ഓർക്കുമ്പോൾ എന്തുവരും? ഒരു ഭയം കടന്നു വരും, അല്ലേ. അവൻ്റെ അധികാരത്തിന് മുൻപാകെ ഞാൻ ഭയത്തോടെ. ഈ ഭയവും ഭക്തിയും കൂടെ ചേർന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കണം. അത് പക്ഷേ വിശ്വാസത്താലേ വരത്തുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വിശ്വാസത്താൽ ഏറ്റെടുത്താലേ ഈ പ്രാർത്ഥന ഉയരത്തുള്ളൂ. ഭയഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് എബ്രായർ 5:7 യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് നോക്കിക്കേ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്, മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ താൻ ജീവിച്ചിരുന്ന കാലത്ത്, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം ഉപസംഹരിച്ച് പറഞ്ഞിരിക്കുകയാണ്, താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ താൻ പ്രാർത്ഥിച്ചു. പക്ഷെ എന്തുകൊണ്ടാ പ്രാർത്ഥന കേട്ടത്? ഭയഭക്തി നിമിത്തം അവൻ അതിൻ്റെ ഉത്തരം ലഭിച്ചു. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? ഭയഭക്തിയോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണല്ലോ, സർവാധിപത്യമുള്ള സ്വർഗസ്ഥനായ പിതാവായതുകൊണ്ട് എനിക്ക് ഭയം വരുന്നു. പക്ഷെ അതെൻ്റെ പിതാവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭക്തി, സ്നേഹം, അടുപ്പം വരുന്നു. രണ്ടും കൂടെ ചേർന്ന് ഭയഭക്തി, അല്ലെ. വിശ്വാസത്താലുള്ള ഭയഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും, അതിന് ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യും. കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ഇനിയും ചിന്തിക്കാം. അപ്പൊ നമ്മൾ എന്താണ് പ്രാർത്ഥന എന്ന് കണ്ടു. പ്രാർത്ഥനയുടെ ആ നിർവചനം നമുക്ക് വീണ്ടും ഓർക്കാം. കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനും അവൻ്റെ സഹായം തേടുവാനും വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് കണ്ടു. പുതിയ നിയമ ഭക്തന്മാർ കപടഭക്തിക്കാരായ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്, അല്ലെ. മനുഷ്യർ കാണുവാൻ വേണ്ടി മാത്രമുള്ള ഒരു നടനമാക്കരുത് പ്രാർത്ഥന. രണ്ടാമതായിട്ട്, പുതിയ നിയമഭക്തന്മാർ അവിശ്വാസികളെ പോലെ, ജാതീയരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ ഈ ലോകത്തിലുള്ളതൊക്കെ അന്വേഷിക്കുന്നു, അല്ലെ. അവർ എന്തു കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ള ചിന്തയാൽ, അതിലുള്ള വിചാരം നിമിത്തം അർത്ഥശൂന്യമായ ആവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നു. അവരുടെ വിചാരം അതിഭാഷണത്താൽ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞാൽ ആ ദൈർഘ്യവും ആ നീളവും ഒക്കെ കാരണം ദൈവം ഉത്തരം നൽകുമെന്ന് അവർ വെറുതെ ചിന്തിക്കുന്നു. ആ രണ്ട് സമീപനങ്ങളും നമ്മൾ ഒഴിവാക്കണം. മാനുഷിക പ്രീതിക്ക് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ജൽപ്പനങ്ങളാലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവുമായിട്ടുള്ള ആ രഹസ്യ സംസർഗത്തിൽ വളരുവാൻ, മാനുഷിക പ്രീതി നേടുവാനല്ല, രഹസ്യ പ്രാർത്ഥനയിൽ, സ്വകാര്യ പ്രാർത്ഥനയിൽ വളരുവാൻ, ആ സ്വർഗീയ സംസർഗത്തിൽ വളരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ആ മാതൃകാ പ്രാർത്ഥന നമ്മൾ ധ്യാനിച്ചു തുടങ്ങി. കർത്താവിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം? സ്വർഗസ്ഥനായ പിതാവേ. അതായിരിക്കണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം. അവൻ എൻ്റെ പിതാവാണ്, അവൻ എനിക്ക് അനുകൂലം, എനിക്ക് പ്രതികൂലമല്ല,
അവൻ്റെ നന്മയും സ്നേഹവും അവൻ എനിക്ക് നൽകുമെന്ന വിശ്വാസത്തോടെ പ്രാഗൽഭ്യത്തോടെ ഞാൻ പ്രാർത്ഥിക്കണം. അവൻ സ്വർഗത്തിൽ സിംഹാസനസ്ഥനാണ്, സർവാധിപത്യമുള്ള പരമോധികാരിയാണ്. അതിനാൽ അവന് ഒന്നും അസാധ്യമല്ല. അവൻ്റെ ശക്തിക്ക് ഞാൻ അവൻ്റെ മുൻപിൽ യാചിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും ഉത്തരം നൽകുവാൻ അവൻ മതിയായവനാണ്, പര്യാപ്തതയുള്ളവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഭയഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. കർത്താവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നിമിത്തം വിശ്വാസത്തോടെ ഭയഭക്തിയോടെ കർത്താവിനോട് അടുത്തു ചെല്ലാം. നമ്മുടെ സഹായ അഭ്യർത്ഥനകൾ അവൻ്റെ മുൻപാകെ നമുക്ക് അർപ്പിക്കാം. വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.